Hi students, today we are going to study about exclusive NOR gate, or it is also known as XNOR. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ XOR പഠിച്ചിട്ടുണ്ടായിരുന്നു, എക്സ്ക്ലൂസീവ് OR. ഇപ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? NOR ആണ്, എക്സ്ക്ലൂസീവ് NOR. ഈ എക്സ്ക്ലൂസീവ് NOR gate is the physical realization of the Boolean operator exclusive NOR or equivalence. അപ്പോൾ ഈ എക്സ്ക്ലൂസീവ് നോറിൻ്റെ എന്താണ് ഒരു ഫിസിക്കൽ റിയലൈസേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് XNOR ഉപയോഗിച്ചിട്ട്. എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് abbreviated as XNOR, എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് ആണ്. ഓക്കെ, ഓറിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്തത്? NOR എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് ആണ്. ആ എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് നമ്മൾ ചുരുക്കി എഴുതാം XNOR എന്നാണ്. ഈസ് ലോജിക്കലി ഇക്വിവാലന്റ് ടു എൻ XOR ഗേറ്റ് ഫോളോഡ് ബൈ എൻ ഇൻവെർട്ടർ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? XOR ഗേറ്റ് പഠിച്ചിട്ടുണ്ട്, എക്സ്ക്ലൂസീവ് OR ഗേറ്റ്. അപ്പോൾ ആ എക്സ്ക്ലൂസീവ് OR ഗേറ്റ് followed by an inverter. എക്സ്ക്ലൂസീവ് OR ഗേറ്റിനോടൊപ്പം ഒരു ഇൻവെർട്ടറും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ XNOR ആകും. ഓക്കെ, XNOR ഓപ്പറേറ്റർ ഈസ് നോർമലി ഡിനോട്ടഡ് ബൈ ദ സിംബൽസ് ദിസ് വൺ. അപ്പോൾ XNOR ഓപ്പറേറ്റർ ഈസ് നോർമലി ഡിനോട്ടഡ് ബൈ ദ സിംബൽസ്. എന്താണ്? ഒരു സർക്കിൾ ഉണ്ടാവും, ആ സർക്കിളിന്റെ സെൻട്രലായിട്ട് ഒരു ഡോട്ട്. അതെന്താണ്? എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് ആണ്. ദ ഗ്രാഫിക് സിംബൽ ഓഫ് എ 2 ഇൻപുട്ട് XNOR ഗേറ്റ് ഈസ് ഷോൺ ബിലോ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ എക്സ്ക്ലൂസീവ് NOR ഗേറ്റിന്റെ സിംബലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എക്സ്ക്ലൂസീവ് ഈ ഒരു ഭാഗം വരെ വരുന്നത്, ഈ ഒരു സർക്കിൾ ഒഴികെയുള്ള ഭാഗം വരെ നമ്മൾ എക്സ്ക്ലൂസീവ് OR ആണ് അല്ലേ? എക്സ്ക്ലൂസീവ് ORനോടൊപ്പം ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സൂചിപ്പിക്കുന്നത് എക്സ്ക്ലൂസീവ് NOR. സർക്കിളിൻ്റെ ഉള്ളിൽ ഡോട്ട് കിട്ടി കഴിഞ്ഞാൽ എന്താ വയ്ക്കുക? എക്സ്ക്ലൂസീവ് NOR. എക്സ്ക്ലൂസീവ് NOR B is equal to എന്താണ്? AB or A complement B complement. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് OR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക നമുക്ക്? A കോംപ്ലിമെന്റ് B or A B കോംപ്ലിമെന്റ് എന്നാണ് പറയുക. അതിൻ്റെ ഹോൾ കോംപ്ലിമെന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക AB or A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് എന്നാണ് കിട്ടുക. ഓക്കെ, the input output relationship of a 2 input XOR gate is expressed in the following truth table. അപ്പോൾ നമ്മൾ XNORന്റെ ട്രൂത്ത് ടേബിൾ ആണ്. ഇൻപുട്ട് ആയിട്ട് എയും ബിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇൻപുട്സ് ഉള്ളതുകൊണ്ട് എത്ര പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ടാവും? 2 raised to 2, that's 4. 0 0 0 1 1 0 1 1. അപ്പോൾ ഇനിയിപ്പം ഇതിപ്പോൾ 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ വരിക? അപ്പോൾ എ ബി ദാറ്റ് ഈസ് 0 and 0 എന്ന് പറയുന്നത് 0 ആണ്. 0 or A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റ് ഈസ് ഇവിടെ 1 വരും 1 വരും. അപ്പോൾ എന്താ നമുക്ക് കിട്ടും? റിസൾട്ട് 1 വരും. ഓക്കെ, അപ്പോൾ എന്താ ഇതിൻ്റെ റിസൾട്ട് വരിക? A and B എന്ന് പറയുന്നത് 0 ആണ്. 0 or A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ വരിക? 1 ആണ്. സോ 0 or 1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 0യും 1ഉം വരികയാണ്. 0യും 1ഉം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ടേം എന്തായിട്ട് മാറും? AB എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ഓർ A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0 കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1ന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ദ ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 0 വരുന്ന സമയത്ത് എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 into 0 is equal to 0. ഓർ ദ നെക്സ്റ്റ് A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്?
1ന്റെ കോംപ്ലിമെന്റ് 0 ആണ്, 0ന്റെ കോംപ്ലിമെന്റ് എന്താണ് 1 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് 1 1 വന്നു കഴിഞ്ഞാൽ AB is equal to 1 or then A complement B complement. A complement എന്ന് പറയുന്നത് 0 ആണ്, B complement എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 1 or 0 is equal to എന്ത് വരും 1 വരും. ഓക്കെ, from the truth table it follows that A exclusive NOR B is equal to A complement B complement or AB. That is sum of products ആണ് ഇത് അല്ലേ, sum of products ടേമിലാണ് ഇത്, sum of products, that is SOP form. അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ എഴുതാന്ന് വെച്ചാൽ A exclusive NOR B is equal to A or B complement and A complement or B, that is product of sum terms ആണ്, POS form. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് രീതിയിലും എക്സ് NORനെ റെപ്രസെന്റ് ചെയ്യാം. SOP ഫോമിലും റെപ്രസെന്റ് ചെയ്യാം, POS ഫോമിലും റെപ്രസെന്റ് ചെയ്യാം. SOP ഫോമിൽ A exclusive NOR B is equal to A complement B complement or AB. പിന്നെ A exclusive NOR B is equal to A or B complement and A complement or B. അത് നമുക്ക് POS ഫോമിലും എഴുതാം. Exclusive NOR gate is also available as a standard logic gate in IC package. Integrated circuit packages standard logic gate ആയിട്ട് തന്നെ നമുക്ക് XNOR exclusive NOR available ആണ്, but are usually constructed internally with other standard gates. Okay, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ എക്സ്ക്ലൂസീവ് NOR എന്ന് പറയുന്ന ഗേറ്റ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജസിൽ. നമുക്ക് ഈ ഒരു ഗേറ്റ് അവൈലബിൾ ആണ്. ആ ഗേറ്റ് നമുക്ക് നേരിട്ട് എടുത്തിട്ട് സർക്യൂട്ടിൽ ഉപയോഗിക്കാം. പക്ഷേങ്കിൽ നമ്മൾ യൂഷ്വലി XNOR എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഗേറ്റ്സ് ഉപയോഗിച്ചിട്ട്, സ്റ്റാൻഡേർഡ് ഗേറ്റ്സ് ആയിട്ടുള്ള ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ് ഉപയോഗിച്ചിട്ട്, പിന്നെ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട്, നോർ ഗേറ്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും XNOR. അപ്പോൾ ആദ്യം മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാല്യൂ സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, A exclusive NOR B is equal to A complement B complement or AB എന്നുള്ളതും, പിന്നെ എന്താണ് അത് SOP ഫോമിലാണ്, പിന്നെ ഇതും ഓർമ്മിച്ച് വെക്കാം. A exclusive NOR B is equal to A or B complement and A complement or B. അതാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. obtain the logic circuit of a 2-input exclusive NOR gate using AND or and NOT gates. അപ്പോൾ AND or NOT gates ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് NAND ഗേറ്റ് ഉപയോഗിച്ചിട്ടും എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാം. പിന്നെ NOR ഗേറ്റ്സ് ഉപയോഗിച്ചിട്ട് NOR ഗേറ്റ്സ്, OR ഗേറ്റ് ഫോളോഡ് ബൈ NOT, അതാണ് NOR ഗേറ്റ്. NOR ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം, ആൻഡ് ഗേറ്റും OR ഗേറ്റും നോട്ട് ഗേറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എക്സ്ക്ലൂസീവ് NOR ഗേറ്റ് ഉണ്ടാക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ രണ്ട് ഇൻപുട്ട് എടുത്തിട്ടുണ്ട്, എയും ബിയും ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ ഇൻപുട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ആൻഡ് ഗേറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആൻഡ് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്താ കിട്ടുക, A and B ആണ് ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മള് ഈ എന എന്ത് ചെയ്യുന്നത്, നോട്ട് ചെയ്യുന്നത് അല്ലെ, നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്യുന്നത്. എന നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക, A കോംപ്ലിമെന്റ് എന്നാണ് കിട്ടുക. ബിനെ നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഔട്ട്പുട്ട് കിട്ടുക നമുക്ക്, B കോംപ്ലിമെന്റ് എന്നാണ് കിട്ടുക. അപ്പോൾ A കോംപ്ലിമെന്റിനെയും B കോംപ്ലിമെന്റിനെയും ആൻഡ് ഗേറ്റിലൂടെ നമുക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ കിട്ടുക, A കോംപ്ലിമെന്റ് ആൻഡ് B കോംപ്ലിമെന്റ് എന്നാണ് കിട്ടുക. അപ്പൊ ഈ രണ്ടിനെയും നമുക്കൊരു OR ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SOP ഫോമിലുള്ളത് കിട്ടിയില്ലേ, സ്റ്റാൻഡേർഡ് ഫോമിൽ സം ഓഫ് പ്രൊഡക്ട്സ് ടേമിലുള്ള എക്സ്ക്ലൂസീവ് NORന്റെ ഔട്ട്പുട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. A exclusive NOR B is equal to AB or ഗേറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത് അല്ലെ, AB or A complement B complement സം ഓഫ് പ്രൊഡക്ട്സ് ഫോമിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആൻഡ് ഓർ നോട്ട് ഉപയോഗിച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.
നെക്സ്റ്റ് നമ്മൾ എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് യൂസിങ് നാൻഡ് ഗേറ്റ്സ്. അപ്പം നാൻഡ് ഗേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ദ സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നാൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ്. വി ടേക്ക് ടു ഇൻപുട്സ് എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ എ ആൻഡ് ബി നമ്മൾ ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ആൻഡ് ആണ് അല്ലേ? ആൻഡിന്റെ ലാസ്റ്റ് നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതെന്താ വായിക്കുക? നാൻഡ് ആണ്. അപ്പൊ നാൻഡ് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? എ ആൻഡ് ബി കോംപ്ലിമെന്റ്, എ ആൻഡ് ബി ഹോൾ കോംപ്ലിമെന്റ് എന്നാണ് റിസൾട്ട് കിട്ടുക അല്ലെ. ഇനി നെക്സ്റ്റ് നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും. ദാറ്റ് മീൻസ് എ നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടും ബി നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന നാൻഡ് ഗേറ്റിലൂടെ പാസ് ചെയ്യാണ്. നാൻഡ് ഗേറ്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? ആദ്യം ആൻഡ് ചെയ്യും അല്ലേ? എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ്, ദെൻ ഹോൾ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ്, ഹോൾ കോംപ്ലിമെന്റിന് നമ്മൾ വീണ്ടും എന്താണ് വേറൊരു നാൻഡ് ഗേറ്റിലൂടെ വീണ്ടും പാസ് ചെയ്യാണ്. അപ്പൊ വേറൊരു നാൻഡ് ഗേറ്റിലൂടെ നമ്മൾ വീണ്ടും അതിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? റിസൾട്ട് നമുക്ക് നോക്കാം. എന്താ കിട്ടുന്നത്? എ ബി ഹോൾ കോംപ്ലിമെന്റ്, ദാറ്റ് ഈസ് ദിസ് വൺ. എ ബി ഹോൾ കോംപ്ലിമെന്റ് ആൻഡ് പിന്നെന്താ വരുന്നത്? എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ്, ദെൻ നാൻഡ് ഗേറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ആൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. നാൻഡ് ഗേറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ ഇങ്ങനെ ഹോൾ കോംപ്ലിമെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ യൂസിങ് ഡി മോർഗൻസ് ലോ നമുക്ക് ഇതിനെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാൻ പറ്റും? എ ബി ഹോൾ കോംപ്ലിമെന്റ് ഓർ പിന്നെന്താ നമുക്ക് കിട്ടുക? എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഹോൾ കോംപ്ലിമെന്റ് വരും. കാരണം ഈ ഒരു ഹോൾ കോംപ്ലിമെന്റ് ആണ് നമ്മൾ കട്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് എ ബി ഹോൾ ഡബിൾ കോംപ്ലിമെന്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ആണ്. പിന്നെ ഇവിടെ വരുന്ന എന്താണ്? നമ്മൾ ഈ വലിയൊരു ഹോൾ കോംപ്ലിമെന്റ്, പിന്നെ ഇവിടെ ഒരു ഹോൾ കോംപ്ലിമെന്റ് കൂടെ വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു ഹോൾ കോംപ്ലിമെന്റ് ഉണ്ട് മുഴുവനായിട്ട് വരുന്നത്. പിന്നെ എ കോംപ്ലിമെന്റിനും ബി കോംപ്ലിമെന്റിനും വരുന്ന ഒരു കോംപ്ലിമെന്റും കൂടെ ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ രണ്ട് കോംപ്ലിമെന്റും വരും, എ കോംപ്ലിമെന്റും വരും, പിന്നെ എന്താ വരിക? ബി കോംപ്ലിമെന്റും വരും. അപ്പൊ ഈ ഡബിൾ കോംപ്ലിമെന്റ് എന്തായി പോവും? ഒഴിവായി പോവും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എ ബി കിട്ടും, എ ബി ലഭിച്ചിട്ടുണ്ട്. പിന്നെ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് കിട്ടും. അപ്പൊ എ ബി ഓർ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് ആണ്. അപ്പൊ ഈ എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം ഏതുപയോഗിച്ചിട്ട്? നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം 3 നാൻഡ് ഗേറ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, 3 നാൻഡ് ഗേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു നാൻഡ് ഗേറ്റിലൂടെ നമ്മൾ എയും ബിയും പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു നാൻഡ് ഗേറ്റിലൂടെ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ആണ് പാസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ റിസൾട്ട് വീണ്ടും മൂന്നാമതുള്ള ഒരു നാൻഡ് ഗേറ്റിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നാൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു എക്സ്ക്ലൂസീവ് നോർ ഗേറ്റിന്റെ നോർ ഇംപ്ലിമെന്റേഷൻ, നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് നോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നോർ ആണ്. നോർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർ ഫോളോഡ് ബൈ നോട്ട് ആണ്. ഏത്? നോർ അല്ലെ. ഓർ ഗേറ്റിനോടൊപ്പം ഫോളോഡ് ബൈ നോട്ട് ഉണ്ടാവും, അത് നോർ ഗേറ്റ് ആണ്. അപ്പൊ ഇവിടെ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് 3 നോർ ഗേറ്റ്സ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. 3 നോർ ഗേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ്? നോർ ഗേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. 3 നോർ ഗേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. 3 നോർ ഗേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ്സ് ഡെവലപ്പ് ചെയ്യാം. എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ 3 നോർ ഗേറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നോർ ഗേറ്റിലൂടെ പാസ് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റും ബി ആണ്. എ കോംപ്ലിമെന്റും ബി എന്ന് പറയുമ്പോൾ എ എന്ന നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ കോംപ്ലിമെന്റ് കിട്ടും. അപ്പൊ ആ എ കോംപ്ലിമെന്റും ബിയും കൂടെ നമ്മൾ നോർ ഗേറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക?
എ കോംപ്ലിമെന്റ് ഓർ ബി ആണ് ഓർ ഗേറ്റിലൂടെ പാസ് ചെയ്ത്. പിന്നെ അത് ഫോളോഡ് ബൈ നോട്ട് ഉണ്ട്. അപ്പൊ ഹോൾ കോംപ്ലിമെന്റ് കിട്ടും. ഇനി സെക്കൻഡ് വണ്ണിൽ നമ്മൾ പാസ് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എയും ബി കോംപ്ലിമെന്റും ആണ്. അപ്പൊ എയും ബി കോംപ്ലിമെന്റും നമ്മൾ നോർ ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർ ഗേറ്റിലൂടെ കടന്നു കഴിഞ്ഞാൽ ഓർ ആവും. അപ്പൊ എ ഓർ ബി കോംപ്ലിമെന്റ് ആവും. പിന്നെ ഇതിന്റെ നോട്ടിലൂടെ പാസ് ചെയ്യുമ്പോൾ ഹോൾ കോംപ്ലിമെന്റ് ആവും. അപ്പൊ ഇതിനെ രണ്ടിനെയും ഈ ഒരു ഫസ്റ്റിൽ കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ടും നമ്മൾ സെക്കൻഡ് നോർ ഗേറ്റിലൂടെ പാസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ടും കൂടെ വീണ്ടും ഒരു നോർ ഗേറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്തൊക്കെയാണ്? എ കോംപ്ലിമെന്റ് ഓർ ബി ഹോൾ കോംപ്ലിമെന്റ്, ദാറ്റ് ഈസ് ദിസ് ടേം ഓർ പിന്നെ എന്താണ് എ ഓർ ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ്, ദാറ്റ് ഈസ് ദിസ് ടേം. ഓക്കെ, പിന്നെ എന്തായിരിക്കും വരിക? ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ ഈ ഹോൾ കോംപ്ലിമെന്റ് മാറ്റിക്കഴിഞ്ഞാൽ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓർ മാറിയിട്ട് ഇവിടെ എന്തായിട്ട് മാറും? ആൻഡ് ആയിട്ട് മാറും. ഇവിടെ ഡബിൾ കോംപ്ലിമെന്റ് വരും. ഡബിൾ കോംപ്ലിമെന്റ് വരുമ്പോൾ നമുക്ക് ആ ഡബിൾ കോംപ്ലിമെന്റ് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഡബിൾ കോംപ്ലിമെന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഡബിൾ കോംപ്ലിമെന്റ് വരുന്ന സമയത്ത് കോംപ്ലിമെന്റ് ഒഴിവാകും. ഓക്കെ, അപ്പൊ എ കോംപ്ലിമെന്റ്, കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി പോസ്റ്റ്ലേറ്റ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിട്ടുള്ളത്? എ കോംപ്ലിമെന്റ് is equal to എന്താണ് പഠിച്ചിട്ടുണ്ട്? നമ്മൾ എ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ ഇപ്പൊ സീറോ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണെങ്കിൽ സീറോ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും വരിക? സീറോ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1നെ വീണ്ടും കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സീറോ തന്നെയാണ് കിട്ടുക. അപ്പൊ അതിനകത്ത് മാറ്റങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഡബിൾ കോംപ്ലിമെന്റ് വന്നാൽ ആ ഡബിളിനെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ റിസൾട്ട് തന്നെയാണ് വരിക, എ കോംപ്ലിമെന്റ് ഓർ ബി. ആൻഡ് ഈ ഓർ മാറിയിട്ട് എന്തായിട്ട് മാറുന്നു? ആൻഡ് വരുന്നു അല്ലെ? പിന്നെ ഇവിടെ എന്തായിരിക്കും? ഈ രണ്ട് കോംപ്ലിമെന്റും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ എ ഓർ ബി കോംപ്ലിമെന്റ്. അപ്പൊ എ കോംപ്ലിമെന്റ് ഓർ ബി ആൻഡ് എ ഓർ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് ആണ്. എ എക്സ്ക്ലൂസീവ് നോർ ബി ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഓർ ബി ആൻഡ് എ ഓർ ബി കോംപ്ലിമെന്റ്. അപ്പൊ കീപ് ഇൻ മൈൻഡ്, നമ്മളെ മൈൻഡിൽ ഉണ്ടാവേണ്ട 3 കാര്യങ്ങളാണ് ഞാൻ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്. ഇപ്പൊ എക്സ് നോർ ഗേറ്റ്, അപ്പൊ എക്സ് നോർ ഗേറ്റിന്റെ ഈ ഒരു റിസൾട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. എക്സ് NOR ഗേറ്റ്. ഓക്കെ, എക്സ് NOR ഗേറ്റിന്റെ ഈ ഒരു 3 റിസൾട്ട് ഉണ്ട്. അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. എ എക്സ്ക്ലൂസീവ് നോർ ബി ഇസ് ഈക്വൽ ടു എ ബി ഓർ എ കോംപ്ലിമെന്റ് ബി എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടാവണം. പിന്നെ എന്താണ്? സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട് അല്ലെ? SOP ഫോമും POS ഫോമും ഉണ്ട്. അപ്പൊ എന്താണ് ഇവിടെ? SOP ഫോമിൽ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ഓർ എ ബി എന്ന് പറയുന്നത് എന്താണ്? എ എക്സ്ക്ലൂസീവ് നോർ ബി ആണ്. പിന്നെ എന്താണ്? എ ഓർ ബി കോംപ്ലിമെന്റ് ആൻഡ് എ കോംപ്ലിമെന്റ് ഓർ ബി എന്ന് പറയുന്നത് എന്താണ്? എ എക്സ്ക്ലൂസീവ് നോർ ബി ആണ്. അപ്പൊ ഈ ഒരു 3 കാര്യവും ഓർമ്മിച്ച് വെക്കുക. ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞാലും ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞാലും ദെൻ ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞാലും എന്താണ് നമ്മുടെ, കാരണം ഇത് എന്താണ്? SOP ഫോമിലാണ്. ഓക്കെ, 3 ഇല്ല, 2 കാര്യം, ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ഈ ഒരു കാര്യം ഓർമ്മിച്ച് വെക്കുക. SOP ഫോമിലും POS ഫോമിലും ഈ 2 കാര്യം ഓർമ്മിച്ച് വെക്കണം. അപ്പൊ എ എക്സ്ക്ലൂസീവ് നോർ ബി എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ഓർ എ ബി SOP ഫോമില്. പിന്നെ POS ഫോമിൽ എന്തായിരിക്കും? എ ഓർ ബി കോംപ്ലിമെന്റ് ആൻഡ് എ കോംപ്ലിമെന്റ് ഓർ ബി എന്നാണ് വരിക. ഓക്കെ.